വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ തിരിച്ചടി. മുട്ടടയിലെ സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. ഇതോടെ വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകില്ല. അപ്പീൽ പോകാനാണ് UDFന്റെ തീരുമാനം. RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അപ്പോൾ വോട്ട് വെട്ടിയെന്ന് അറിയപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പാർട്ടി നോക്കും. അതിന്റെ ലീഗൽ ആക്ഷൻസ് എന്താണെന്നുള്ളത് പാർട്ടി നോക്കി ഫോർവേഡ് ചെയ്യും. വൈഷ്ണയ്ക്ക് ഇനി മത്സരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്ല, മത്സരിക്കാൻ കഴിയുന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. മത്സരിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ. അപ്പോൾ നമുക്കത് നോക്കാം. അത് ഈ പറഞ്ഞ പോലെ പാർട്ടി അതെന്താ വെച്ചാൽ നോക്കി ചെയ്തോളൂ. ഒരു CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണോ ചെയ്തിരിക്കുന്നത്? അല്ല, ഇതിപ്പോ പരാതിപ്പെട്ടത് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിലും അത് പുള്ളിയുടെ മാത്രം ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത്രയധികം പ്രഷർ കോർപ്പറേഷനിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ ബാക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഈ വിഷയത്തിലൊന്നും പറയാനില്ല. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തന്നെ പിന്നാലെ തന്നെ വൈഷ്ണ വീടുകൾക്കായുള്ള പ്രചാരണത്തിലേക്കൊക്കെ കടന്നിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു പ്രശ്നം വരുന്നത്. എന്തുകൊണ്ടാണ് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത്? എന്താണ് ഈ പരാതി? അമൃത, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ട് UDF ഉയർത്തിക്കാട്ടിയത് വൈഷ്ണ സുരേഷിനായിരുന്നു. മുട്ടണ വാർഡിലായിരുന്നു മത്സരിക്കുന്നത്. ആദ്യഘട്ട പ്രചാരണമൊക്കെ വൈഷ്ണ സുരേഷ് പൂർത്തിയാക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ CPM പരാതിയുമായിട്ട് വരികയും ഒരു പരാതി ഇലക്ഷൻ കമ്മീഷന് നൽകുകയും ചെയ്തത്. അതിൽ ഈ നൽകിയിട്ടുള്ള പട്ടികയിലെ അഡ്രസ്സ് അത് തെറ്റായ അഡ്രസ്സ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. സ്ഥിരതാമസക്കാരിയല്ല, മുട്ടണ വാർഡിലെ സ്ഥിരതാമസക്കാരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ TC നമ്പറിനെതിരെ പരാതി നൽകുകയും അതിലിപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വരികയും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വൈഷ്ണ സുരേഷിന്റെ പേര് റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു പ്രതികരണവുമായിട്ട് വൈഷ്ണ സുരേഷ് വന്നിട്ടുള്ളത്. വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് വൈഷ്ണ സുരേഷിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള നടപടിയാണ് CPM ഇക്കാര്യത്തിൽ കാണിച്ചു എന്നാണ് വൈഷ്ണ സുരേഷ് പറയുന്നത്. താൻ നേരത്തെ വോട്ട് ചെയ്ത സമയത്തും ഇപ്പോഴുള്ള ഇതേ അഡ്രസ്സിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴാണ് CPM പരാതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് പുതിയ സത്യവാങ്മൂലം അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതുമാണ്. എന്നിട്ട് ആദ്യഘട്ടത്തിൽ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് സ്പീഡ് പോസ്റ്റ് വഴി ഇത് അയക്കുകയും ചെയ്തിരുന്നു. ഈ വോട്ടേഴ്സ് പട്ടികയിലുള്ള അഡ്രസ്സിൽ വന്ന പിഴവ് അത് തന്റെ പ്രശ്നം കൊണ്ടുണ്ടായിട്ടുള്ള പിഴവല്ല എന്നുള്ള കാര്യമാണ് വൈഷ്ണ സുരേഷ് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ അപ്പീൽ പോകണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടിയായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ള കാര്യമാണ് വൈഷ്ണ സുരേഷ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു പ്രശ്നം അതിൽ വലിയ മനോവിഷമമുണ്ട്. കാരണം പ്രചാരണ പരിപാടികളൊക്കെ വലിയ രീതിയിൽ മുമ്പോട്ട് പോയതാണ്. ഒരു അനുകൂല ട്രെൻഡ് ഉണ്ടായ സമയത്താണ് ഇങ്ങനെ CPM അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡ് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ജയം വരും എന്നുള്ളൊരു ട്രെൻഡ് വന്ന സമയത്താണ് ഈ പരാതിയുമായിട്ട് രംഗത്ത് വന്നത്. എന്തായാലും ഇനിയിപ്പോൾ പാർട്ടി അക്കാര്യത്തിൽ ഒരു തുടർ തീരുമാനം എടുക്കട്ടെ എന്നാണ് സനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ്. ഒരു മുഴം മുന്നേറിയുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് അടുക്കുമ്പോൾ എന്തായിരിക്കും കോൺഗ്രസ് തീരുമാനിക്കുന്നത്? ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടിയ സ്ഥിതിക്ക് സ്ഥാനാർത്ഥിയുടെ പേര് പിൻവലിക്കേണ്ടിയൊക്കെ വരില്ലേ? അതിനെക്കുറിച്ചൊക്കെ കോൺഗ്രസിലൊരു തീരുമാനമായോ? എന്തായാലും അപ്പീൽ പോകാനായിരിക്കും ഒരുപക്ഷെ പാർട്ടിയും തീരുമാനിക്കുക. നിലവിലിപ്പോൾ നോമിനേഷൻ ഒന്നും തന്നെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈഷ്ണ സുരേഷിന്റെ കാര്യത്തിൽ അപ്പീൽ പോയി ഒരു അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി കണ്ടെത്തി വെക്കും എന്തായാലും കോൺഗ്രസ് നേതൃത്വം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്തായാലും ഒരു പ്രശ്നങ്ങളില്ലാതെ തന്നെ, കാരണം തന്റെ പക്കലുള്ള രേഖകളെല്ലാം തന്നെ സുതാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്പീൽ പോയാൽ പോലും അനുകൂലമായിട്ടുള്ള വിധി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം വൈഷ്ണ സുരേഷിനും ഉണ്ട്. അതുകൊണ്ട് എന്തായാലും അപ്പീൽ പോകാൻ തന്നെയായിരിക്കും പാർട്ടിയും തീരുമാനിക്കുക. നിലവിലിപ്പോൾ വലിയ മനോവിഷമത്തിൽ തന്നെയാണ്. കാരണം ഇത്രയും പ്രചാരണ പരിപാടികളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ കാരണം തന്നെ ഇപ്പോൾ പ്രചാരണ പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഇന്ന് രാവിലെ പോലും ഇതിന്റെ പുറകിലായിരുന്നു എന്നാണ് വൈഷ്ണ സുരേഷ് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു തീരുമാനം വരട്ടെ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് വൈഷ്ണ സുരേഷും നിൽക്കുന്നത്. മറിച്ച് ഇപ്പോൾ UDF കൊണ്ടുവരുന്ന ഒരു ആരോപണം ഈ മുട്ടട വാർഡിൽ തന്നെ ഈ പരാതിക്കാരായിട്ടുള്ള CPM അംഗമായിട്ടുള്ള ധനേഷ് കുമാറായിരുന്നു പരാതിക്കാരൻ. ആ ധനേഷ് കുമാറിനെതിരെ മറ്റൊരു ആരോപണമായിട്ട് UDF രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ ഒരേ അഡ്രസ്സിൽ 20 പേരെ ചേർത്തു എന്നുള്ളൊരു ആരോപണമാണ് ധനേഷ് കുമാറിനെതിരെ ഇപ്പോൾ അവർ ഉയർത്തിയിട്ടുള്ളത്. ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.